മാളയിൽ ഡി സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷം എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന റിമാൻഡ് റിപ്പോർട്ട്. പോലീസ് സിപിഎം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഡിഐജി ഓഫീസ് ഉപരോധിച്ചു. സംഘർഷത്തിന് കാരണം പോലീസിന്റെ നിഷ്ക്രിയത്വമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കെഎസ്യു അക്രമി സംഘങ്ങളെ പാലൂട്ടി വളർത്തുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വമെന്ന് എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. ഏനമാവ് നെഹ്റു പാർക്കിനോട് ചേർന്ന പുഴയോരത്ത് ജല കായിക വിനോദങ്ങൾക്ക് തുടക്കമായി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് മുകളിൽ ഹെലിപാഡ് പണിയുന്നതിനുള്ള കോർ കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് കൌൺസിൽ അനുമതി നൽകി. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. പാവറട്ടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 420 ഗ്രാം ചരസുമായി യുവാവിനെ പാവറട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി യുവാവ് കൊടകര പോലീസിന്റെ പിടിയിൽ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. അതിരപ്പള്ളിയിൽ കൊമ്പൻ കബാലി KSRTC ബസ് തടഞ്ഞിട്ടു. ബീച്ചി തെക്കേക്കുളം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. എടത്തിരുത്തിയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 52 വർഷം കഠിന തടവും 2,30,000 രൂപ പിഴയും ശിക്ഷ. ഒരുമനയൂർ സ്വദേശി സുരേഷിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മാളയിൽ ഡി സോൺ കലോത്സവത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ അറസ്റ്റിലായ KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. KSU സംസ്ഥാന ട്രഷറർ സച്ചിൻ ടി പ്രദീപ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എസ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കലോത്സവ നടത്തിപ്പിലെ അപാകത ചോദ്യം ചെയ്തതിന് SFI പ്രവർത്തകരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ KSU നേതാക്കൾ മർദ്ദിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. മുളവടി, ഇരുമ്പ് പൈപ്പ് എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പ്രതികളായ ഗോകുൽ ഗുരുവായൂർ, സച്ചിൻ, പ്രദീപ്, സുദേവ് എന്നിവർക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് CPM ക്രിമിനലുകളെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DIG ഓഫീസ് കവാടം ഉപരോധിച്ചു. ACP NS സലീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രവേശന കവാടത്തിൽ സുരക്ഷയൊരുക്കിയിരുന്നതിനാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DIG ഓഫീസ് കവാടത്തിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ 1.5 മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ C പ്രമോദ്, സുശീൽ ഗോപാൽ, ജില്ലാ സെക്രട്ടറി ശോഭ സുബിൻ, മുൻ MLA അനിൽ അക്കര, A പ്രസാദ്, കോർപ്പറേഷൻ കൌൺസിലർ ശ്രീലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിന് കാരണം പോലീസിന്റെ നിഷ്ക്രിയത്വമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഘർഷത്തെ തുടർന്ന് തൃശൂർ ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന KSU നേതാക്കളെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസൂത്രിതമായ സംഘർഷമാണ് നടന്നത്. പോലീസ് ഇടപെട്ടിരുന്നുവെങ്കിൽ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. വിഷയത്തിൽ ഏകപക്ഷീയമായി ഇടപെടുന്ന പോലീസ് SFIയെ സംരക്ഷിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇതിന്റെ പേരിൽ കേരളത്തിൽ ആകമാനം KSU പ്രവർത്തകരെ SFIക്കാർ മർദ്ദിക്കുകയാണ്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണം. വിഷയത്തിൽ തങ്ങളെ റോഡിൽ ഇറക്കരുതെന്നും ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. വലിയ തോതിലുള്ള അത് ആസൂത്രിതമായ ഒരു അക്രമമായിരുന്നു. പോലീസ് ഏകപക്ഷീയമായ പെരുമാറ്റമാണ് നടത്തിയത്. അവിടെ കലോത്സവം നടത്താതിരിക്കാൻ പുറത്തുനിന്ന് ഗുണ്ടകളടക്കമുള്ളവർ വന്ന് മർദ്ദനം നടത്തിയിട്ട് പോലീസ് ഒരു ഘട്ടത്തിൽ ഇടപെട്ടില്ല. KSUക്കാരെ ഇന്ന് കേരളം മുഴുവൻ SFIക്കാരും മാർക്സിസ്റ്റുകാരും ചേർന്ന് അടിക്കുകയാണ്. അവരുടെ ഒന്നും പേരിൽ കേസില്ല. അപ്പോൾ ഏകപക്ഷീയമായി SFIക്ക് പോലീസിന്റെ സംരക്ഷണം കൂടെ കിട്ടുന്നു. അങ്ങനെ കുട്ടികളെ മർദ്ദിച്ചൊതുക്കാനാണ് ശ്രമിക്കുന്നത്. പോലീസ് ശക്തമായി ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പോലീസിന്റെ നിസ്സംഗത്വമാണ്. കേരളം മുഴുവൻ ഇന്ന് പോലീസിന്റെ നിസ്സംഗത്വമാണ്. എനിക്ക് പറയാനുള്ളത് ഞങ്ങളെയൊക്കെ റോഡിൽ ഇറക്കരുതെന്ന് മാത്രമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നഷ്ടപ്പെട്ടതോടുകൂടി SFIയുടെ സ്വാധീനം ഇല്ലാതാകുന്നു. അതിൻ്റെ പേരിലാണ് ഈ അക്രമങ്ങളെല്ലാം അഴിച്ചുവിടുന്നത്. ഇത് ശരിയല്ല. അക്രമം അവസാനിപ്പിക്കാൻ SFI തയ്യാറാകണം. പോലീസ് ആക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
മാളയിൽ ഡിസോൺ കലോത്സവത്തിലുണ്ടായ ആക്രമണം ഏകപക്ഷീയവും അപലപനീയവുമാണെന്ന് SFI ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. കലോത്സവം ബൈലോ പ്രകാരമല്ല നടത്തിയതെന്നും തുടക്കം മുതലുള്ള വീഴ്ചയും വിധിനിർണ്ണയത്തിലെ അപാകതയും ചൂണ്ടിക്കാട്ടിയതിനാണ് KSU സംസ്ഥാന നേതാക്കളും KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ വൻ ആക്രമണം അഴിച്ചുവിട്ടതെന്നും ഇവർ പറഞ്ഞു. KSU MSF നേതാക്കൾക്ക് ആക്രമണം നടത്താൻ മാരകമായ വടിവാളും ഇരുമ്പ് പൈപ്പുകളും ക്യാമ്പസിനകത്ത് എങ്ങനെ കിട്ടിയെന്ന് SFI നേതാക്കൾ ചോദിച്ചു. KSU അക്രമി സംഘങ്ങളെ പാലൂട്ടി വളർത്തുന്നവരായി കോൺഗ്രസ് നേതൃത്വം മാറി. ഡിസോണിൽ ആക്രമണം അഴിച്ചുവിട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും നിർത്തിവെച്ച ഡിസോൺ കലോത്സവം പുനരാരംഭിക്കണമെന്നും SFI ആവശ്യപ്പെട്ടു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, ജില്ലാ സെക്രട്ടറി വിഷ്ണു സത്യൻ, ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു, സായൂജ്, MM മേഘന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ കലാലയങ്ങളെയും കലോത്സവങ്ങളെയും വടിവാളും കഠാരയും ഉപയോഗിച്ച് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ SFI പതിറ്റാണ്ടുകളായി പ്രയോഗിച്ചുവരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മാളയിൽ കണ്ടതെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന KSU നേതാക്കളായ ഗോകുൽ ഗുരുവായൂർ, സച്ചിൻ T പ്രദീപ്, സുദേവ് എന്നിവരെ സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിക്കാൻ പോലും SFI ക്രിമിനലുകൾ ധൈര്യപ്പെട്ടത് CPM നേതാക്കളുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുള്ളതുകൊണ്ടാണ് എന്നതിൽ സംശയമില്ലെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. സമാധാനപരമായി നടക്കരുതെന്ന SFIയുടെ തീരുമാനമാണ് നടപ്പിലാക്കപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റിയിൽ KSU വിജയിക്കുകയും അത് സമാധാനപരമായി നടക്കരുതെന്ന നേരത്തെ കൂട്ടിയുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് മാളയിൽ നമ്മളെല്ലാവരും കണ്ടത്. സാധാരണ കുട്ടികളുടെ കലാപരമായ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമായ കലാപവേദികളാക്കി മാറ്റുന്ന ശ്രമമാണ് SFIയുടെ ഭാഗത്തുനിന്ന് പൊതുസമൂഹം കണ്ടത്. അക്രമമേറ്റ് ജയിലിൽ കഴിയുന്ന മുഴുവൻ KSU നേതാക്കൾക്കും മുഴുവൻ സംരക്ഷണവും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം നൽകും. അവർക്ക് വേണ്ട രാഷ്ട്രീയമായ നിയമപരമായ സംരക്ഷണം അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അവർക്ക് നൽകുവാൻ തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ തീരുമാനം. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി ഏനമാവ് നെഹ്റു പാർക്കിനോട് ചേർന്ന പുഴയോരത്ത് ജലകായിക വിനോദങ്ങൾക്ക് തുടക്കമായി. സോളാർ സഫാരി ബോട്ട്, കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുരളി പെരുന്നെല്ലി MLA ജലകായിക വിനോദങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായിരുന്നു. കൂടുതൽ ജലകായിക വിനോദ ഇനങ്ങൾ കൂടി ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. മക്കളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സോളാർ ബോട്ടിലാണ്, അപ്പോൾ സൗണ്ട് ഒരിക്കലും അറിയില്ല. പിന്നെ കയാക്കിംഗ് ഉണ്ട്, സ്റ്റാൻഡിങ് കയാക്കും ഉണ്ട്, ഇരുന്ന് പോകുന്ന കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളനുസരിച്ചിട്ട് മറ്റ് കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു റെസ്പോൺസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും എല്ലാം ഒന്ന് ആസ്വദിക്കാനുള്ള ഉദ്ദേശമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നെഹ്റു പാർക്കും ഏനാമാവ് പുഴയും വിശാലമായ കോൾപ്പാടങ്ങളും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. 15 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന സോളാർ ബോട്ടിൽ 1 മണിക്കൂർ യാത്രയ്ക്ക് 2500 രൂപയും, കയാക്കിംഗ് അരമണിക്കൂറിന് 100 രൂപയും, പെഡൽ ബോട്ടിന് അരമണിക്കൂറിന് 300 രൂപയുമാണ് നിരക്ക്. TCV ന്യൂസ്, പാവറട്ടി. ഗുരുവായൂർ നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് മുകളിൽ ഹെലിപാഡ് പണിയുന്നതിനുള്ള കോർ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് കൌൺസിൽ യോഗം അനുമതി നൽകി. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടെയായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭ ബസ് സ്റ്റാൻഡ് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് 5 കോടി രൂപ കേന്ദ്ര സർക്കാർ സഹായം ലഭിച്ചതായി ചെയർമാൻ കൃഷ്ണദാസ് പറഞ്ഞു. തുടർന്നും സഹായം ലഭിക്കുന്നതിനായി നഗരകാര്യ സമിതിയെ സമീപിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നതിന് രാഷ്ട്രീയത്തിന് അതീതമായി പ്രയത്നിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. അതേസമയം അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം ഹെലിപാഡ് പോലെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്ന് BJP കൌൺസിലർ ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻതൂക്കം നൽകണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾക്ക് പോലും ബസ്സുകൾ പാർക്ക് ചെയ്യാൻ കഴിയാത്ത പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ സൗകര്യമൊരുക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പരിഹസിച്ചു.
പാവറട്ടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട 420 ഗ്രാം ചരസുമായി യുവാവിനെ പാവറട്ടി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പൂച്ചക്കുന്ന് സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രേമാനന്ദകൃഷ്ണൻ, പാവറട്ടി സബ് ഇൻസ്പെക്ടർ യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചരസുമായി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ ചരസിന് വിപണിയിൽ ലക്ഷങ്ങൾ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പ്രതി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 39 ഗ്രാം രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ആശാരിക്കാട് ചേരുംകുഴി സ്വദേശി തെക്കയിൽ വീട്ടിൽ ഷിജോയാണ് പിടിയിലായത്. ഇയാൾ കുപ്രസിദ്ധ ലഹരി കടത്തുകാരനാണെന്ന് പോലീസ് പറഞ്ഞു. നെല്ലായി വൃന്ദാവൻ ബസ് സ്റ്റോപ്പിന് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ പോലീസ് വാഹനം നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കൊടകര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ വസ്ത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന രാസലഹരി മരുന്ന് കണ്ടെടുത്തു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. വെറ്റിലപ്പാറ 13-ലായിരുന്നു കാട്ടാനകളുടെ വിളയാട്ടം. തെങ്ങ്, കവുങ്ങ്, വാഴ, ജാതി തുടങ്ങിയ വിളകൾക്കാണ് നാശം വരുത്തിയത്. വെട്ടിക്കുടി റോഡിൽ മുണ്ടക്ക ജോർജിന്റെ ജാതിമരങ്ങൾ, കവുങ്ങുകൾ, വാഴകൾ, കടപ്ലാവ് തുടങ്ങിയ മരങ്ങൾ മറിച്ചിട്ടു. പറമ്പിലെ മോട്ടോർ പുരയും നശിപ്പിച്ചു. കൂട്ടമായാണ് ആനകൾ എത്തിയതെന്ന് ജോർജ് പറഞ്ഞു. പീലാമുണ്ടയിലെ മണിയമ്പറമ്പിൽ ജോസഫ്, എളംകുളം ജോഷി, പാലാട്ടി അഗസ്തി, വയനാടത്ത് ജെയ്സൺ, നമ്പ്യാടത്ത് മുരളി എന്നിവരുടെ കൃഷിയിടങ്ങളിലും ആനകൾ നാശം വിതച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് ആനകൾ സ്ഥിരമായി എത്തുന്നുണ്ട്. മലക്കപ്പാറ റോഡിൽ അമ്പലപ്പാറയിൽ കബാലി KSRTC ബസ് തടഞ്ഞിട്ടു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയ ബസ്സാണ് അരമണിക്കൂറോളം തടഞ്ഞിട്ടത്. ആനയുടെ മുന്നോട്ടുള്ള വരവിനെ തുടർന്ന് കുറെ ദൂരം ബസ് പിന്നിലേക്കെടുത്തു. വീതിയുള്ള ഭാഗമെത്തിയപ്പോൾ ആന മാറി നിൽക്കുകയും ചെയ്തു. കബാലി വാഹനങ്ങൾ തടയുന്ന സംഭവം മലക്കപ്പാറ റോഡിൽ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പീച്ചി തെക്കേക്കുളം ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി. വൈകിട്ടാണ് ഒറ്റയാൻ ഇറങ്ങിയത്. വാർഡ് മെമ്പർ ബാബു തോമസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ബഹളം വെച്ച് ആനയെ തുരത്തി കാട്ടിലേക്ക് തിരിച്ചയച്ചു. എടത്തിരുത്തിയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. എടത്തിരുത്തി പറയൻകടവ് പാലത്തിനടുത്താണ് പൈപ്പ് പൊട്ടിയത്. 4 ദിവസമായി എടത്തിരുത്തി ഏറാക്കലിൽ പ്രധാന പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പണി പൂർത്തിയാക്കി പമ്പിംഗ് പുനരാരംഭിച്ചതിനു ശേഷം വ്യാഴാഴ്ച രാവിലെയാണ് മറ്റൊരിടത്ത് പൈപ്പ് പൊട്ടിയത്. ഇതോടെ പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചു. ഇനി പൈപ്പ് മാറ്റിയിട്ട ശേഷമേ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അതുവരെയും തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 52 വർഷം കഠിന തടവും 2,30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂർ പുലിയടത്ത് വീട്ടിൽ സുരേഷിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 23 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2023-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ ഹാജരായി. പ്രവാസി യുവതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചാരിറ്റിയുടെ പേരിൽ സൈബർ തട്ടിപ്പ് നടത്തിയ മധ്യവയസ്കൻ സൈബർ പോലീസിന്റെ പിടിയിൽ. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ അബ്ദുൾ റഹ്മാനെ കബളിപ്പിച്ച് 22 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കോഴിക്കോട് സ്വദേശി മന്നമാൾ വീട്ടിൽ ലത്തീഫിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. നദീറ ഷാൻ എന്ന പേരിൽ പ്രവാസി യുവതിയാണെന്ന വ്യാജന ഫേസ്ബുക്കിലൂടെയാണ് ലത്തീഫ് അബ്ദുൾ റഹ്മാനെ പരിചയപ്പെട്ടത്. അബ്ദുൾ റഹ്മാന്റെ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള താൽപര്യം മനസ്സിലാക്കിയ ലത്തീഫ് തന്റെ മകൾക്ക് ബ്ലഡ് ക്യാൻസറാണെന്നും ഗൾഫിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഗൂഗിൾ പേ വഴി പല തവണകളിലായി 15 ലക്ഷം രൂപയും ലത്തീഫ് നദീറ ഷാനിന്റെ അനുജത്തിയുടെ ഭർത്താവാണെന്ന പേരിൽ പരിചയപ്പെട്ട് തന്റെ ക്യാൻസർ ചികിത്സയ്ക്കെന്ന പേരിൽ 9 ലക്ഷം രൂപ തട്ടിയെടുത്തതായും പരാതിയിൽ പറയുന്നു. ഫേസ്ബുക്കിൽ നിന്നും ശേഖരിച്ച സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് 8ഓളം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിവന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ 6ഓളം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്നും 10-ലധികം സിം കാർഡുകളുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. SI-മാരായ സൂരജ്, ബെന്നി, അശോകൻ, ASI അനൂപ്, സച്ചിൻ, വിപിൻ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.
വാഴച്ചാൽ വാച്ചുമരത്ത് റോഡിന് കുറുകെ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ KSRTC ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. വൈദ്യുതി ലൈനിലേക്ക് മരം വീണതോടെ പോസ്റ്റ് ഒടിഞ്ഞ് റോഡിന് കുറുകെ വീഴുകയായിരുന്നു. ചെറിയ വാഹനങ്ങൾ റോഡിനരികിലൂടെ കടന്നുപോയെങ്കിലും ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകാനാകാതെ ഇരുവശങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അന്തിക്കാട് കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ കണ്ടത് പുലിയല്ല കാട്ടുപൂച്ചയാണെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുലിയോട് സാമ്യമുള്ള ജീവിയെ നാട്ടുകാർ കണ്ടത്. തുടർന്ന് പ്രദേശത്തെ CCTV പരിശോധിച്ചപ്പോഴും ജീവിയെ കണ്ടു. ഇതിന്റെ കാലുകളുടെ അടയാളങ്ങളും കണ്ടെത്തി. തുടർന്ന് പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകരെത്തി പരിശോധിച്ചപ്പോഴാണ് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചത്. പുലിയെ കണ്ടെന്ന അഭ്യൂഹം പരന്നത് നാട്ടുകാരിൽ വലിയ ഭീതി സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ വ്യാപകമായി പരിശോധനയും നടത്തിയിരുന്നു. ഒരു വർഷത്തിലേറെയായി കൂലി ലഭിക്കാത്തതിനെ തുടർന്ന് ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കമ്പനി ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. TUCI യൂണിയന്റെ നേതൃത്വത്തിൽ 30ഓളം തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. നിരവധി തവണ എസ്റ്റേറ്റ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത്. തൊഴിലാളികൾക്ക് കൂലി നൽകാനായി ഹെഡ് ഓഫീസിൽ നിന്ന് എത്തിച്ച പണം എസ്റ്റേറ്റിലെ ചില ജീവനക്കാർ വകമാറ്റിയതായും TUCI യൂണിയൻ ആരോപിച്ചു. സത്യാഗ്രഹ സമരം യൂണിയൻ സെക്രട്ടറി KM ഹൈദർ ഉദ്ഘാടനം ചെയ്തു. KL സണ്ണി അധ്യക്ഷത വഹിച്ചു. KO റണ്ണി, PK ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിൽ പദ്ധതി നിർവ്വഹണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയുടെ അധ്യക്ഷതയിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ OS വാസുദേവ നമ്പൂതിരി വികസനരേഖ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ CF ജോയ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ക്ഷേമകാര്യ ചെയർമാൻ ഷേർലി ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ്, പഞ്ചായത്ത് സെക്രട്ടറി TP സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2025 നമ്മൾ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർദ്ദേശങ്ങളാണ് ഈ വികസന രേഖയിൽ ഉൾച്ചേരുക. ഫണ്ട് വിതരണത്തിൽ വാർഡ് തലത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയപരമായി വിവേചനം കാണിച്ചുവെന്നാരോപിച്ച് വേലൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി വാർഡ് വികസനങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ മെമ്പർമാരോട് അഭിപ്രായം ചോദിക്കുകയോ ചർച്ച ചെയ്യുകയോ ഉണ്ടായില്ലെന്നും ഭരണം പരാജയമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വികസന സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വികസന സെമിനാറിൽ കോൺഗ്രസിലെ മുഴുവൻ മെമ്പർമാരെയും അവഹേളിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും കൂടി. ഇന്ന് നടക്കുന്ന വികസന സെമിനാർ ഞങ്ങൾ ജനപ്രതിനിധികളെ അറിയിച്ചത് ഇന്നലെ ഉച്ച തിരിഞ്ഞിട്ടാണ്. വാർഡിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ അറിയിക്കാനായിട്ട് ഒരു നോട്ടീസോ അവരെ അറിയിക്കണമെന്ന് പറയുകയോ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഞങ്ങളെ ചെയ്തില്ല. ഈ വാർഡിലെ വികസനങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഞങ്ങളുടെ വാർഡുകളിൽ നിന്ന് ആൾക്കാർ വേണ്ട എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ CD സൈമൺ, PN അനിൽ, ബാലകൃഷ്ണൻ, വിജിനി ഗോപി എന്നിവരാണ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത തെരുവ് നായ്ക്കൾ തളർന്നു വീണ് ചാവുന്നു. മുല്ലശ്ശേരി ചീരോത്തുപടിക്ക് സമീപം കുത്തിവെച്ച 6 നായ്ക്കുട്ടികളാണ് തളർന്നു വീണത്. ഇതിൽ 2 എണ്ണമാണ് ചത്തത്. അമിത ഡോസ് നൽകിയതോ 3 മാസം പ്രായം കവിയാത്തതോ ആകാം ഇതിന് കാരണമെന്ന് ആനിമൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ പഞ്ചായത്ത് തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. തളിക്കുളം ആനിമൽ വെൽഫെയർ ക്ലബിലെ കാച്ചർമാരാണ് നായ്ക്കളെ പിടികൂടുന്നത്. മതിലകം കൂളിമുട്ടം ഭജനമഠം സ്വദേശികളായ 2 പേരെ കാപ്പ ചുമത്തി തടങ്കലിലടച്ചു. ഇളയാരൻപുരയ്ക്കൽ വീട്ടിൽ രാഹുൽ രാജ്, കുരുമ്പത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. 7 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 17ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാഹുൽ. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അഖിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് രാഹുൽ രാജിനെ 1 വർഷത്തേക്കും അഖിലിനെ 6 മാസത്തേക്കും കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, ASI-മാരായ വിൻസി, തോമസ്, സജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പഴമ്പള്ളി വീട്ടിൽ വാസനാണ് അറസ്റ്റിലായത്. വാസനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൈക്കും കാലിനും വെട്ടേറ്റ് ശ്രീഷ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കുട്ടികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തിയാണ് ശ്രീഷ്മയെ ആശുപത്രിയിലെത്തിച്ചത്. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. CPIയിലെ അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ തെരഞ്ഞെടുപ്പ്. മുൻ ധാരണപ്രകാരമായിരുന്നു രാജി. KK റിജേഷ് ദയാണ് CPMന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആധുനിക കേരളവും മാധ്യമങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KV സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. രശ്മിത രാമചന്ദ്രൻ, ദേശാഭിമാനി തൃശൂർ യൂണിറ്റ് അസിസ്റ്റന്റ് മാനേജർ ടേം പനക്കൽ, CPI ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, MLA NK അക്ബർ, AH അക്ബർ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ നാട്ടികയിൽ നിന്ന് സൈക്കിൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. വലപ്പാട് സ്വദേശി ചോഴിപ്പറമ്പിൽ വീട്ടിൽ രാഹുലിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാട്ടിക SN ട്രസ്റ്റിനടുത്തുള്ള അപ്പാർട്ട്മെന്റിന്റെ മുൻവശത്ത് വെച്ചിരുന്ന ആസാം സ്വദേശിയുടെ 7,500 രൂപ വിലമതിക്കുന്ന സൈക്കിൾ മോഷ്ടിച്ച കേസിലാണ് പ്രതി അറസ്റ്റിലായത്. SHO MK രമേശ്, സബ് ഇൻസ്പെക്ടർ CN എബിൻ, സീനിയർ CPO PU മനോജ്, CPO ജസ്ലിൻ തോമസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാട്ടുകാരെ ഉൾപ്പെടുത്തി കമ്മിറ്റികൾ രൂപീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാൻമാരായും ദേവസ്വം ഉദ്യോഗസ്ഥർ കൺവീനർമാരുമായി 7 സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചത്. ഓരോ സബ് കമ്മിറ്റിയിലും 10 ദേവസ്വം ഉദ്യോഗസ്ഥരും 5 ഭക്തരുമടക്കം 15 അംഗങ്ങളുണ്ടാകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉത്സവ പകർച്ചയ്ക്ക് പകരം കിറ്റുകളാണ് നൽകുന്നത് എന്ന പ്രചാരണം വ്യാജമാണെന്ന് ചെയർമാൻ പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 10 ഉത്സവത്തിന് കൊടിയേറും. പിടികിട്ടാപ്പുള്ളിയായ LP വാറണ്ട് കേസ് പ്രതിയെ 8 വർഷത്തിനു ശേഷം അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് സ്വദേശി കൂട്ടാല വീട്ടിൽ സുനിൽകുമാറാണ് അറസ്റ്റിലായത്. 2016-ൽ സഹോദരനെ തല്ലിയ കേസിലെ പ്രതിയാണ് സുനിൽകുമാർ. അന്തിക്കാടുള്ള ചായക്കടയിൽ വെച്ച് CPO അനൂപ് സുനിലിനെ തിരിച്ചറിയുകയും തടഞ്ഞുവെച്ച് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസിനെ വരുത്തി പ്രതിയെ സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെയുള്ള റോഡിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. NK അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെയും മമ്മിയൂർ ഫ്ളൈ ഓവർ നിർമ്മാണത്തിന്റെയും സംബന്ധിച്ച് ഭൂ ഉടമകളുമായി ചർച്ച നടത്തി. ഗുരുവായൂർ നഗരസഭാ ഹാളിൽ നടത്തിയ യോഗത്തിൽ ഗുരുവായൂർ നഗരസഭാ പരിധിയിലുള്ള സ്ഥല ഉടമകളുടെ യോഗമാണ് ചേർന്നത്. വെള്ളിയാഴ്ച ചാവക്കാട് നഗരസഭാ പരിധിയിലെ സ്ഥല ഉടമകളുടെ യോഗം ചാവക്കാട് നഗരസഭാ ഹാളിൽ ചേരും. സ്ഥലം ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്നും MLA വ്യക്തമാക്കി. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സർവേ നടപടി പൂർത്തീകരിച്ചിടങ്ങളിൽ കല്ലിടുന്നതിനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അത് ഓരോ പ്രശ്നങ്ങളും മിനിമം ചെയ്തില്ലെങ്കിൽ നവീകരിച്ച ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം സമർപ്പിച്ചു. പൂർണ്ണമായും ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം നടത്തിയത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബില്ല പ്രോജക്ടിന്റെ ഉടമയെയും സഹോദരനെയും അച്ഛനെയും മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. മുണ്ടൂർ കൊട്ടേക്കാട് റോഡിലെ ഒനിക്സ് വില്ല പ്രോജക്ട് ഉടമയ്ക്കും കുടുംബാംഗങ്ങൾക്കുമാണ് 2024 മാർച്ച് 31 മർദ്ദനമേറ്റത്. കേസിലെ പ്രതികളെ പോലീസ് മാറ്റിയെന്ന് വാദിഭാഗം ആരോപിച്ചതിനെ തുടർന്ന് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മാർച്ച് 3 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് അയ്യന്തൂർ സ്വദേശി കൊടിയാട്ടിൽ സദാനന്ദൻ പരാതി നൽകിയത്.
ടൂറിന് പണം കൈപ്പറ്റി വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാർക്ക് അനുകൂല വിധി. തൃശൂർ കുരിയച്ചിറ സെന്റ് ജോസഫ് സ്ട്രീറ്റിലെ മന്നേലി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കെ കൃഷ്ണപ്രസാദ്, എം കെ പ്രീത, ടി ജ്യോത്സ്ന, വേലുപ്പാടം സ്വദേശി കെ കെ രാംദാസ്, രേഖ രാംദാസ്, എം അർച്ചന എന്നിവർ ചേർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂരിലെ എക്സലന്റ് ഇന്ത്യ ഹോളിഡേയ്സ് ഉടമയ്ക്കെതിരെ വിധിയായത്. തെളിവുകൾ പരിഗണിച്ച പ്രസിഡന്റ് സി ടി സാബു, മെമ്പർമാരായ ശ്രീജ എസ്, ആർ റാംമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി എതിർകക്ഷിയുടെ സേവനത്തിലെ വീഴ്ച വിലയിരുത്തി ഹർജിക്കാർക്ക് 1,60,000 രൂപയും 12% പലിശയും നഷ്ടപരിഹാരമായി 25,000 രൂപയും ചെലവിലേക്ക് 10,000 രൂപയും നൽകുവാൻ ഉത്തരവിടുകയായിരുന്നു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി കോടതിയിൽ ഹാജരായി. ചൊവ്വല്ലൂർ മാന്തോപ്പ് വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 24 നടക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടനെ ഉണ്ടാകും. നാമനിർദ്ദേശ പത്രിക ഫെബ്രുവരി 6 വരെ സമർപ്പിക്കാം. 7 സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 10. കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ എം മാണിയുടെ 92ാമത് ജന്മദിനം മട്ടത്തൂരിൽ കാരുണ്യദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കാട്ടുകര ശ്രീഭദ്ര മാതൃവേദിയിലും 3 മുറി ശാന്തി ഭവനിലും സംഘടിപ്പിച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ മട്ടത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം മട്ടത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രഭു ചാണാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബെന്നി മാത്യു കാവുങ്കൽ, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, എഴുത്തുകാരൻ സുഭാഷ് 3 മുറി, ജോണി ഓണപ്പറമ്പിൽ, ഷൈജോ കുഴിക്കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മട്ടത്തൂർ യൂണിറ്റ് സമ്മേളനം മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി പി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ജോർജ്, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ, ടി എ വേലായുധൻ, ഐ ആർ ബാലകൃഷ്ണൻ, പി വി പത്മനാഭൻ, പി എസ് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വടനപ്പള്ളി പഞ്ചായത്ത് 1-ാം വാർഡിലെ അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം എം.എൽ.എ. മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ്, വടനപ്പള്ളി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുലേഖ ജമാലു തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിട ക്ഷീരകർഷകരുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി പുതിയ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് മിൽമ എറണാകുളം മേഖലാ പ്രസിഡന്റ് പി എൻ വത്സൻ. മായനൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി പരമേശ്വരനോട് നൽകിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മായനൂർ ക്ഷീരസംഘം പ്രസിഡന്റ് ഇ പി ബെന്നി, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം അനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ ഇ കെ മനോജ്, കെ സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളം പണി കണ്ടുവരുന്ന നന്മയാണ്. നന്മ എന്ന ശുദ്ധതയുണ്ടായിരിക്കണം, ഗുണമേന്മ. തൈക്കാട് സാംസ്കാരിക കൂട്ടായ്മ വാർഷികാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു. രാവിലെ 11 മണിക്ക് കൂട്ടായ്മ മുഖ്യരക്ഷാധികാരി പി കെ ചെറിയാൻ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനം നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. കൂട്ടായ്മ ഭാരവാഹികളായ തോമസ് ആളൂർ, റഫീഖ് കൊളംബോ, സജി ഉണ്ണീരി, അസ്കർ കൊളംബോ, എ പി കബീർ, കെ നിസാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുവിതരണ സമ്പ്രദായം അട്ടിമറിച്ചതിലും റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകാത്തതിലും പ്രതിഷേധിച്ച് വേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വേലൂർ പോസ്റ്റ് ഓഫീസും റേഷൻ കടയും ഉപരോധിച്ചു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. വേലൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ എ മോഹനൻ, കടവല്ലൂർ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി പി മഹിള, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ അമ്പക്കാട്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ മണ്ഡലത്തിന്റെ കോൺഗ്രസ് കമ്മിറ്റിയുടെ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം സ്വകാര്യ ബസ്സിന് പിന്നിൽ കാറിടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആദിത്യ ബസ്സിന് പുറകിലാണ് കാറിടിച്ചത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹൈവേ പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിതയായ അഡ്വക്കേറ്റ് ബി ഗീതയ്ക്കും കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച ഡോക്ടർ RLV രാമകൃഷ്ണനും ചാലക്കുടി പ്രസ് ക്ലബ്ബ് സ്വീകരണം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ് ഷിബു, പ്രതിപക്ഷ നേതാവ് KA സുരേഷ്, കൌൺസിലർ BJ ജോജി, കേന്ദ്ര റബ്ബർ ബോർഡ് അംഗം KA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ പഞ്ചായത്തിലെ LDF ഭരണത്തിൽ വികസന മുരടിപ്പും ഭരണപരാജയവുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആളൂർ പഞ്ചായത്ത് കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 1-ാം തീയതി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. കോൺഗ്രസ് ആളൂർ മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ്, പ്രതിപക്ഷാംഗങ്ങളായ KV രാജു, സുബിൻ K സെബാസ്റ്റ്യൻ, PC ഷൺമുഖൻ, കൊച്ചുതെറേസ്യ ദേവസി, രേഖ സന്തോഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇറവ് സെന്റ് തെരേസാസ് അക്കാദമി സ്കൂളിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ 500ഓളം വിദ്യാർത്ഥികൾ ശാസ്ത്ര പ്രദർശനത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ സ്പേസ് സ്റ്റേഷൻ ശ്രദ്ധേയമായി. സ്കൂൾ രക്ഷാധികാരി MC ജോസഫ്, പ്രിൻസിപ്പൽ നീതു ചാക്കോച്ചൻ, ജോയ് കുണ്ടുകുളം, PTA പ്രസിഡന്റ് സിമി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് M പാഞ്ഞാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KM മാണിയുടെ 92ാം ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു. കിള്ളിമംഗലത്ത് നടന്ന കാരുണ്യ ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AE ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് M പാഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് റിജി മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പാഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ KK രാധാകൃഷ്ണൻ, യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കസ്തൂർബ ഗാന്ധി സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ സംസ്ഥാന ആസ്ഥാനത്ത് ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കസ്തൂർബ വിദ്യാലയം പ്രിൻസിപ്പൽ TS ലേഖ അധ്യക്ഷത വഹിച്ചു. P സുധാകുമാരി, ശ്രീജ KS എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CG ജോബ് രാജ്, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, ബ്ലോക്ക് ട്രഷറർ PP ത്രേസ്യ, ജില്ലാ കമ്മിറ്റി അംഗം KG പാറുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,590 രൂപ, പവന് 60,720 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,280 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. മാളയിൽ ഡീസോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷം. SFI യൂണിറ്റ് സെക്രട്ടറി ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പോലീസ് CPM ക്രിമിനലുകളെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി DIG ഓഫീസ് ഉപരോധിച്ചു. സംഘർഷത്തിന് കാരണം പോലീസിന്റെ നിഷ്ക്രിയത്വമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. KSU അക്രമി സംഘങ്ങളെ പാലൂട്ടി വളർത്തുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വമെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. ഏനമാവ് നെഹ്റു പാർക്കിനോട് ചേർന്ന പുഴയോരത്ത് ജലകായിക വിനോദങ്ങൾക്ക് തുടക്കമായി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് മുകളിൽ ഹെലിപാഡ് പണിയുന്നതിനുള്ള കോർ കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് കൌൺസിൽ അനുമതി നൽകി. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. പാവറട്ടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 420 ഗ്രാം ചരസുമായി യുവാവിനെ പാവറട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി യുവാവ് കൊടകര പോലീസിന്റെ പിടിയിൽ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. അതിരപ്പള്ളിയിൽ കൊമ്പൻ കവാലി KSRTC ബസ് തടഞ്ഞിട്ടു. PG തെക്കേക്കുളം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. എടുത്തിരുതിയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 52 വർഷം കഠിന തടവും 2,30,000 രൂപ പിഴയും ശിക്ഷ. ഒരുമനിയൂർ സ്വദേശി സുരേഷിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.